ഗൈസ്, നമ്മുടെ ബ്രഹ്മ കൊഞ്ഞാണന്റെ ഒരു വീഡിയോ എനിക്ക് ഫോർവേഡഡ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചുമ്മാ കയറി അങ്ങോട്ട് നോക്കിയപ്പോൾ ശിവ എന്താണ് നോം ഈ കാണുന്നത്? രമേശൻ നായരുടെ റിയൽ സ്വരൂപത്തിലേക്ക് രമേശൻ നോവൻ പരിണമിച്ചിരിക്കുന്നു ഗൈസ്. നല്ല ഫസ്റ്റ് ക്ലാസ് സംഖ്യയായി മാറിയിരിക്കുകയാണ് പുള്ളിക്കാരൻ. ഇതിൽ മനം നൊന്ത് കുറച്ച് ഒരു പാവപ്പെട്ട ഒരുത്താണ് എനിക്കിത് കൊണ്ടുവന്നിട്ട് തന്നത്. നിങ്ങളിത് കണ്ടോ, ഞാൻ പറയണ കണ്ടോ, ഞാനും പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇയാൾക്ക് വീട് വെക്കാനായിട്ട്. എന്നിട്ട് ഈ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെയൊക്കെ തെറി വിളിക്കുന്ന ഇത് കേൾക്കുന്നില്ലേ, ഒരു മറുപടി കൊടുക്കുമെന്ന് ചോദിച്ചത് കൊണ്ട് മാത്രം എടുക്കുന്നതാണ് കേട്ടോ വീഡിയോ. തീർച്ചയായിട്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്യും. ഈ ഒരൊറ്റ വീഡിയോയുടെ ഞാൻ നിർത്തിയെന്ന് നീ വിചാരിക്കേണ്ട. നിന്നെ ഞാൻ ടാർഗറ്റ് ചെയ്ത് എഴുതുന്ന നമ്മൾ അടുത്ത ടാർഗറ്റിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ അടുത്ത ടാർഗറ്റ് ബ്രഹ്മ കൊഞ്ഞാണൻ. രമേശൻ നായർ എന്നാണ് അവന്റെ പേരെന്നാണ് എൻ്റെ ഒരു അറിവ്. ഇവൻ പണ്ട് ഫിനയിലങ്ങാണ്ട് വിറ്റുകൊണ്ട് കിടന്നിരുന്ന അൽക്കൂസ് ആയിരുന്നു. ഇവന് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളെല്ലാം കാലി പിടിച്ച്, അന്ന് വെറും വീട് വെപ്പല്ല, ഇവനെ വിദേശത്ത് കൊണ്ടുപോകുന്നു, ദുബായിൽ കൊണ്ടുപോകുന്നു. പാണക്കാട് തങ്ങൾക്ക് അത് വേണമെന്ന് എനിക്ക് പറയാനുള്ളൂ. കാണക്കായി പോയി കിട്ടണം രണ്ട്. മതിയായില്ലേ? നിറഞ്ഞില്ലേ? വയറങ്ങട് നിറഞ്ഞില്ലേ? ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ ഇസ്ലാമിയരോടാണ് പറയുന്നത്. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക, ശക്തമായി വ്യക്തമായി. അത്യാവശ്യത്തിൽ കൂടുതൽ എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുത്ത് അവരെ കൊണ്ട് പറയിക്കുക. വല്ലവരെയും കൊണ്ട് പറയിച്ചാൽ ഇതൊക്കെ ഉണ്ടാവും. ചരിത്രം പഠിപ്പിക്കുക. ചരിത്രം പഠിച്ചാൽ മാത്രം മതിയാകും. നിങ്ങൾ ഒന്നും പറയണ്ട. ചരിത്രത്തിലുണ്ട് കാര്യങ്ങൾ, എന്താണ് ഏതാണെന്ന് കൃത്യമുണ്ട്. ലീഗിനെ പറ്റിയിട്ടായിരുന്നാലും ഇനി മുസ്ലിങ്ങളെ പറ്റിയിട്ടായിരുന്നാലും ചരിത്രബോധമുള്ള ഒരാൾക്ക് ഈ പറയുന്ന രീതിയിൽ വ്യക്തിത്വം ഇല്ലാതെ, വ്യക്തതയില്ലാതെ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കുട്ടികളായിരുന്നാലും ഇടയ്ക്ക് വന്ന സംഘികൾ കൊണ്ടുവന്ന് ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട മനുഷ്യരായിരുന്നാലും ശരി, അവർക്ക് ചരിത്രം പറഞ്ഞു കൊടുത്താൽ മാത്രം തീരാവുന്ന കഴപ്പേ ഉള്ളൂ ഇവറ്റകൾക്ക്. അത് മനസ്സിലാക്കുക. ഹിന്ദു മതവിശ്വാസികൾ നമ്മുടെ ശത്രുക്കളല്ല. ഇവർ ടാർഗറ്റ് ചെയ്യുന്ന രണ്ട് പേര്, ഒന്ന് ഇസ്ലാമിയരും, രണ്ട് ഈഴവ കമ്മ്യൂണിറ്റിയുമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ കമ്മ്യൂണിറ്റി. ഈഴവാസ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏറ്റവും നല്ല എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അതിൽ ഞാൻ പറയുന്ന ഇപ്പൊ വൈദ്യന്മാരുണ്ടല്ലോ, ഡോക്ടേഴ്സ്. നമുക്കിപ്പോ ഡോക്ടേഴ്സ്, അന്ന് വൈദ്യന്മാര്. നിങ്ങൾ ലിസ്റ്റ് എടുത്തു നോക്ക്. ഏറ്റവും കൂടുതൽ വൈദ്യന്മാരുണ്ടെന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിന്നാണ്. എഡ്യൂക്കേറ്റഡ് ഫെലോസ്. ഡോക്ടർ പൽപ്പു തൊട്ട് ഇങ്ങേയറ്റം സർവത്ര ആൾക്കാരെയും എടുത്താൽ മോസ്റ്റ്ലി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ അവരാണ്. അവർക്ക് ചരിത്രബോധമുണ്ട്. അതേപോലെ SNDP ഏറ്റവും കൂടുതൽ മാതൃക കാണിക്കുന്ന ഒരു ആൾക്കാരാണ്. ഇവരെ അവർക്ക് കയ്യിലെടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ ഞാൻ അതിനകത്ത് ആ ഒരു വിഭാഗത്തിന് അപ്രീഷിയേറ്റ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? SNDPയെ പ്രതിനിധീകരിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഈ പറയുന്ന നടേശൻ കൊഞ്ഞാണൻ, അദ്ദേഹത്തിനെ പിന്നെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് നമ്പൂരി മുതൽ നായാടി വരെ എന്നുള്ള ടൈമിലുള്ള കുറെ ഡയലോഗൊക്കെ പറഞ്ഞ് എങ്ങനെയും മുസ്ലിങ്ങളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തുകയുണ്ടായി. അതിന്റെ പരിണത ഫലം എന്താണെന്നറിയാമോ? ബോധവും ബുദ്ധിയും വിവരവുമുള്ള ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ എന്നെ തിരിച്ച് പണി കൊടുത്തു. അപ്പൊ അവിടെ കയറി ഇരിക്കാൻ അച്ഛനെയും മോനെയും പെട്ടിയും കിടക്കുകയും പറക്കെ ഓടിക്കോന്ന് പറഞ്ഞു. ഇത് സൂചന മാത്രമല്ല, കൃത്യമായ തിരിച്ചറിവ് കൂടെയാണ്. നമ്മൾ വിചാരിക്കുന്ന അങ്ങനെയല്ല. ഇവരൊന്നും ബോധമില്ല, വിവരമില്ല, എന്തൊക്കെ പറയണം, ഒന്നുമല്ല. അവർക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ബോധവും വിവരമുള്ള 10 പേരുണ്ടായാൽ മതി 1000 പേരെ അവർക്ക് അറിയാൻ നിലയ്ക്ക് നിർത്താനായിട്ട്. ഇനി ഇസ്ലാമിയരെയും ഈ വിഭാഗക്കാരെ ഇവർ പേടിക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിൽ ഇവർ പേടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആൾക്കാരെ 23-26 ശതമാനം. 26% ഇപ്പോഴത്തെ ലിസ്റ്റിലെ. പുതിയ ലിസ്റ്റിൽ 32 ആയിരിക്കും മുസ്ലിംസ്, മറ്റത് 23 എക്സിസ്റ്റ് ചെയ്യുന്നു. ഈ 2% നിൽക്കുന്ന ഇവർക്ക് ഭയമാണ്. അപ്പൊ ഇവരെ ആക്രമിക്കുക എന്നുള്ള ഒരു ടാർഗറ്റിലാണ് ഇവർ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ അടുത്ത ആള്. ഇത് ഒരു പ്രത്യേക വിധം ജാതീയ ചിന്ത ഇതിനകത്ത് കുത്തിക്കേറിയിട്ടുണ്ട്. ബ്രഹ്മ കൊഞ്ഞാണ് ഇത്രയും നാള് ഈ മനുഷ്യരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിന്നിട്ട് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റി അപ്പുറത്തേക്ക് പോയി അവന്റെ റിയൽ ഫേസ് കാണിച്ചത് ഒന്നുകിൽ ഇവന് ചുറ്റും അവര് വടിയും വടിവാളും കൊണ്ട് നിന്നിട്ട് അവനെ കൊണ്ട് പറയുന്നതായിരിക്കും, അല്ലെങ്കിൽ ഇവന്റെ റിയൽ സാധനം വന്നെയാണ്. ഇത് ഇനി അവന്റെ കാസ്റ്റ് ഒന്നും ഞാൻ പറയണമെന്നും പറഞ്ഞുകൊണ്ട് വരണ്ട. ഇവറ്റുള്ള അടുപ്പിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളതാണ്. പണ്ട് പറയത്തില്ലേ, നമ്പിയ അതാണ് കണക്ക്. ഇവനെയൊന്നും പറഞ്ഞ് കഥയില്ല എന്നുള്ളതാണ്. അയാൾക്ക് ഒരല്പം അന്തസ്സോ ഉളുപ്പോ ഉണ്ടെങ്കിൽ അവരെ സേവിച്ച്, അവരെ സോപ്പിട്ട്, അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഇതുകൊണ്ട് ആ വെച്ചിരിക്കുന്ന വീട് അതിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് വേണ്ടത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, മുസ്ലിംസ് അത് ഒരിക്കലും ആവശ്യപ്പെടത്തില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ദയവ് ചെയ്തിട്ട് അൺസബ് ചെയ്യുക. ഒന്നും കേൾക്കാൻ പോകരുത്. മാസീവായി നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. അവിടെ ഇരുന്ന് കുരച്ചോളൂ, തനിച്ചിരുന്ന് പറഞ്ഞോട്ടെ. ഇയാള് മറ്റവരെ കുറ്റപ്പെടുത്തിയും കുതന്ത്രം പറഞ്ഞും നിങ്ങൾക്കൊപ്പം വന്നപ്പോൾ നിങ്ങൾക്ക് സുഖിച്ചു. ഇനി ഇയാള് ഒരു ഇരവാദം പറയുന്നുണ്ട്. ആദ്യമല്ല ഇയാൾ കുറെ പ്രേയറൊക്കെയാണ് ഇടുന്നത്. അതിനുശേഷം ഇതെനിക്ക് ഞാൻ വേറൊരു ഹാരിസ് മദനിയുടെ ചാനലിൽ നിന്ന് ഞാൻ അടിച്ചു വാരി കൊണ്ടുവന്നാണ്. എനിക്കിത് ഫോർവേഡ് ചെയ്ത് കിട്ടിയ സാധനമാണ്. കുറച്ച് ഭാഗം കേൾക്കാം.
വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായിട്ടുള്ള അല്ലാഹുവിന്റെ നാമത്തിൽ സ്തോത്രം. അല്ലാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിപ്രദിനത്തിന്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക് നയിക്കണമേ. നിന്റെ കോപത്തിൽ പാത്രമായവരുടെ വഴിപിഴച്ചവരുടെ അവരുടെ മാർഗത്തിലേക്കല്ല. എന്റെ 65 വയസ്സ് കൊണ്ടിരിക്കുമ്പോൾ ഇത്രയും കാലം ഇതുവരെയും തുറന്നു പറയാത്തൊരു കാര്യം, ഒരു സ്ഥലത്ത് വെച്ച് തുറന്നു പറയാത്തൊരു കാര്യം, എന്നെ നിങ്ങൾ സഹായിക്കണം. എന്നെ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ വീടിന്റെ ജനാലയ്ക്കും അവിടെ ഇവിടെയും കിടക്കുന്ന പൈസയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എന്നെ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ആറടി മണ്ണ്, എന്റെ സ്വന്തം ആറടി മണ്ണ്. അപ്പൊ ഇയാള് ഇത് മുസ്ലിംസ് ആയ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, പൊതുസമൂഹത്തിനോടല്ല, മുസ്ലിംസിനോടാണ്. ഒരു പരിണിത ഫലം പോലെ അവർ തന്നെ കാശിട്ട് ഇയാൾക്കൊരു വീട് വെച്ചു കൊടുത്തു. വീട് സെറ്റായി, ഇയാൾ കൂടുന്ന വീടിന് പറയുന്നത്, അതൊക്കെ സത്യമാണ്, അതൊക്കെ ഹാരിസ് മൈനി പറയുന്നത് കറക്റ്റാണ്. വീടുണ്ടാക്കി കൊടുത്തു. അടുത്ത ഇയാൾ പറയണ കേട്ടോ, എന്റെ വീട് എന്നതിലുപരി നമ്മളുടെ വീട് ആണ് എന്നുള്ളത് സത്യമാണല്ലോ. അതൊരു ഭംഗിവാക്കല്ലല്ലോ വാസ്തവത്തില്. കൂടുതലായിട്ടൊന്നും ഇപ്പൊ പറയുന്നില്ല. അപ്പോ നിങ്ങൾ എനിക്ക് സമ്മാനിച്ച സ്വാമിജിയുടെ കൂടെ ഇതാണ്, ഈ കണ്ടതൊക്കെയാണ്. ഞാൻ നന്ദി നിങ്ങൾ ആരോടും പറയുന്നില്ല. നന്ദി ആരോട് ചൊല്ലേണ്ടു എന്നൊരു ചോദ്യം, വലിയൊരു ചോദ്യം ഉണ്ടല്ലോ നമ്മുടെ നാട്ടില്. എല്ലാ നന്ദിയും അവങ്കലേക്ക്, എല്ലാ നന്ദിയും പരമകാരുണികനായിട്ടുള്ള അള്ളാഹുവിന് സമർപ്പിക്കുന്നു. ഈ ഒരു പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നേ, എല്ലാ നന്ദിയും പരമകാരുണികനായ അള്ളാഹുവിലേക്ക്. ഈ അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ദൈവമാണല്ലോ, ഒരു കാരണവശാലും മറ്റു കമ്മ്യൂണിറ്റിയുടെ അല്ല. അപ്പം അവൻ നന്ദി പറഞ്ഞത് പടച്ചവന്റെ അടുത്താണെങ്കിൽ പടച്ചവൻ കൊടുത്തതാണ്, പടച്ചവനെ വിശ്വസിക്കുന്നവർ കൊടുത്തത് തന്നെയാണ്. അപ്പൊ ഉറപ്പിച്ചേ, അടുത്ത കേട്ടോ. മുസ്ലിം നാമധാരികളായിട്ടുള്ള മുറിയണ്ടികൾ ഒരാള് പോലും ചില്ലിക്കാശ് എനിക്ക് തന്നിട്ടില്ല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കൊറോണ കാലഘട്ടത്തില് തബ്ലീഗുകാരാണ് ഇത് പടർത്തിയെന്ന് പറഞ്ഞാൽ കൊറോണ തല്ലി കിട്ടിയിട്ടുണ്ട്. അവര് കൊറോണ ബാധിച്ചവർ തുപ്പി ആഹാരം കൊടുത്തിട്ട് ഇവരെ മറ്റെല്ലാവരും നശിപ്പിക്കാൻ തബ്ലീഗിന് പോയവരാണ് ഇത് പകർത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ കേസുണ്ടായിരുന്നു, അവരെ ജയിലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, നിരുപാധികം വിട്ടയച്ചു. കാരണം അവരല്ലായിരുന്നു അത് പകർത്തിയത്. ആക്ച്വലി കേരളത്തിൽ ഇത് പടർത്തിയതിന്റെ കാരണക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇറ്റലി സ്വദേശികളായ പത്തനംതിട്ടക്കാരോ അങ്ങനെ ആണ്, അത് രണ്ടുപേരായിരുന്നു. അവർ ഒരുപാടിടത്ത് സഞ്ചരിച്ചു. അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു, അവയർനെസ് കുറവ് കൊണ്ട് വന്നതാണ്. തബ്ലീഗുകാരാണെന്നൊരു നരേഷൻ കൊണ്ടുവന്ന് കുറേ എണ്ണത്തിനെ പിടിച്ച് അവിടെ ഇട്ടിരുന്നു, അവരെ വിട്ടു കേട്ടോ. പിന്നെ പക്ഷേ അതായത് പബ്ലിസിറ്റി ഒന്നും ആരും കൊടുത്തില്ല. നിങ്ങൾ പല കോലങ്ങളും കാണിക്കും, ഞങ്ങളതൊക്കെ പബ്ലിസിറ്റി ചെയ്ത് ഞങ്ങൾ വിട്ടു, ഞങ്ങൾ ജയിച്ചു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഒരു നീതിയാണ്. അതുകൊണ്ട് അതിനകത്ത് വലിയ ഡയലോഗ് ഒന്നും പറയാനായിട്ട് മുസ്ലിംസ് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അത് പറഞ്ഞു പടർത്തി, വലിയ രൂപത്തിൽ പടർത്തി. ഇവിടെ കൊറോണ പടർത്തിയ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. ഡൽഹിയിലുള്ള ഒരു മീറ്റിംഗിലേക്കാണ് ഈ സാധനം കൊണ്ടുവന്നത്, അവിടെയാണ് പടർത്തിയതെന്ന് പറഞ്ഞു. മനഃപൂർവ്വം ആസൂത്രിതമായിട്ടാണെന്ന് പറഞ്ഞു. പിന്നീട് തൊട്ടവരെ പിടിച്ചതും ജിഹാദി 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 ജിഹാദ് ജിഹാദ് എന്ന് പറഞ്ഞ് അവരെ വിഷമിപ്പിച്ചു. ഹലാലിന്റെ പേരും പറഞ്ഞു. ഇവിടെ കടകൾ തുറന്നു. ഞങ്ങളുടെ കടയിലുള്ളത് നോൺ ഹലാലാണ്. ഹലാലിന്റെ ബോർഡുകൾ വലിച്ചത്, അതിന്റെ പേരിൽ ഒരുപാട് സമ്മർദ്ദങ്ങൾ, മാനസിക സംഘർഷങ്ങൾ ഇവിടുത്തെ മുസ്ലിം സമുദായം അനുഭവിച്ചിട്ടുണ്ട്. തുപ്പി നൽകുന്ന ആഹാരം, തുപ്പലും അത് പറഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള പദങ്ങൾ ഉപയോഗിച്ച് ജിഹാദ്, ഹലാല്, തുപ്പല്, തീവ്രവാദികള്, ഇത്തരം പദങ്ങൾ ഉപയോഗിച്ച് ഇസ്ലാമോഫോബിയ പടർത്തി മുസ്ലിങ്ങൾ അധിക്ഷേപിക്കുവാനും അവരെ നികൃഷ്ട ജീവികളാക്കി സമൂഹത്തിൽ അവതരിപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. ഇപ്പോൾ ആ ശ്രമം നടക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അന്ന് മനസ്സും തനുസും ഒപ്പം ധനവും മറന്നുകൊണ്ട്, എന്റെ സ്വന്തക്കാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും മറന്നുകൊണ്ട് ഞാൻ ഈ സമുദായത്തെ നല്ല മനസ്സോട് കൂടിയിട്ടാണ് സേവിച്ചത്. അതായത് ഇസ്ലാമിക സമുദായത്തിനെ അവൻ സേവിച്ചു, അതിന്റെ പ്രതിഫലമായിട്ടാണ് നിങ്ങൾ ഈ വീട് കൊടുത്തതെന്നാണ് പുള്ളി പറഞ്ഞു വരുന്നത്. പ്രശ്നം എന്താണെന്നറിയാമോ? പുള്ളിക്ക് വീട് കിട്ടി, അത്യാവശ്യം ഫണ്ടും കിട്ടി, ഇപ്പോൾ ഒരു ചാനലുണ്ട്, അതുമായിട്ട് മുന്നോട്ട് പോകാം. ഇനി സംഗീസം പറഞ്ഞു കഴിഞ്ഞാൽ സംഘികൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. സംഗീസം പറയുന്നവർക്കാണ് വാല്യൂ, സംഗീസം പറയുന്നവർക്കാണ് നല്ല വ്യൂ ഉള്ളത്. വ്യൂ എന്ന് പറഞ്ഞാൽ നിസ്സാര വ്യൂ ഒന്നുമല്ല. അപ്പൊ അതിൽ കൂടെ നല്ലൊരു റവന്യൂ ജനറേറ്റ് ആകും. ഇനി മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. പുള്ളിയുടെ ഉള്ളിലുള്ള ആ ആന്തരികമായിട്ടുള്ള സുന അങ്ങോട്ട് പൊങ്ങി ചാടി എന്നുള്ളതാണ് വസ്തുത. ആദ്യം ഞാൻ നിങ്ങൾക്ക് തന്നു എന്റെ മനസ്സ്, എന്റെ മനസ്സിന്റെ സ്വഭാവങ്ങൾ. പിന്നീട് നിങ്ങൾ തന്നു, നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ തന്നു. കാര്യങ്ങളെല്ലാം സമാസം സാഹചര്യത്തിൽ. അതായത് പൊതുവേ ഉള്ള സംഘികളുടെ ഒരു ക്ലീഷ ഡയലോഗാണ്,
അന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ തന്നത് വെട്ടിപ്പോയി എന്ന് വെച്ചാല് കാശ് കൊടുത്താൽ എന്തും ചെയ്യുമെന്ന്. ആരെങ്കിലും കുനിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നക്കാൻ പറഞ്ഞ ആള് നക്കിയും കൊടുക്കും എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ രമേശ? അങ്ങനെയല്ലേടാ കൊഞ്ഞാണാ? ഈ വക ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ താമസിക്കുന്ന വീടുമായിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഇത്രയും ബന്ധം പോലും നിങ്ങൾക്കില്ല. ഇത് എന്റെ വീടാണ്, എന്റെ അഭിമാനത്തിന്റെ ഫലമാണ്. ഒന്നും ആഗ്രഹിക്കാതെയും സ്വയം എല്ലാം നഷ്ടപ്പെടുത്തിയും നിങ്ങളോട് കരുണ കാണിച്ച എന്നോട് നിങ്ങൾക്കാണ് കടപ്പാട്. നിങ്ങളാണ് നന്ദി പറയേണ്ടത്. കയറി കയറി കുത്തി മുറത്തിൽ കയറി കൊത്താൻ ശ്രമിക്കുകയാണ്, ഹിന്ദുക്കളെ തകർക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ കുത്തിയാൽ മറിഞ്ഞു വീഴുന്ന ഗോപുരമല്ല ഹിന്ദുക്കളുടേത്. ഇവിടെയുള്ള ഹിന്ദുക്കള് വിദ്യാശതപുര പർവ്വതത്തിന്റെ മുകളിൽ കയറി നിന്ന്, അതിൽ ഹിമാലയത്തിന് മുകളിൽ കയറി നിന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ മൂത്രം വിളിച്ചാൽ മതി, ഇവിടെ ഒഴുകി പോകുന്ന സാധനങ്ങളാണ് ഈ മുസ്ലിങ്ങൾ, മുറിയട്ടികൾ. അത്രയേ ഉള്ളൂ. വാസ്തവത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ട എന്താണെന്നറിയാമോ, ഇയാള് ആ പറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് കിട്ടണം എന്നുള്ളതാണ് സത്യമായിട്ട് പറയുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ, നിങ്ങൾ കുറേ നാളായി ഇവനെ തൂക്കി തലയെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, അണ്ണാക്കി തന്നു. അതാണ് എനിക്ക് മനസ്സിലായത്. വല്ല കാര്യമുള്ളായിരുന്നു. ഇതിനെയൊക്കെ നീക്കി നിർത്തണമായിരുന്നു നിങ്ങൾ. ചെയ്യാത്തത് കൊണ്ട് വന്നതിൻ്റെ പരിണിത ഫലമാണ്, അനുഭവിച്ചോളാം. ഇനി ഇയാളുടെ ടൈം ലൈൻ ഞാൻ കയറി നോക്കി. എൻ്റെ വീടിന് മേൽ ഒരു മുറിയണ്ടിക്കും ഇതില്ല. കോയമാരുടെ ഭരണം, പാവപ്പെട്ട ഹിന്ദുക്കൾക്ക്, സ്വാമിക്ക് പനിയും ചുമയും, പാണക്കാട് തങ്ങൾ, ലീഗിന് തൃപ്തിയായി. ഏതവനാടാ എന്തൊക്കെയാ അവൻ്റെ ക്യാപ്ഷൻ നോക്ക്. മുസ്ലിങ്ങൾ നിങ്ങൾ ഓർത്ത് കളിച്ചോ, എന്തൊക്കെയാ എഴുതി വെച്ചിരിക്കണേന്ന് നോക്കിയാണ്. എനിക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലായത് എന്തെന്നറിയാമോ, ഇവൻ ശരിക്കും പറഞ്ഞാൽ ഈഴവ സമുദായത്തിലുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് ആദ്യം തന്നെ പാണക്കാടിനെതിരെ സംസാരിച്ചു തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. അതിൻ്റെ കറക്റ്റ് കൃത്യത അറിയത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനെ മനസ്സിലായി. ഞാൻ ഓരോന്നോരോന്നായിട്ട് കണ്ടുവരുന്നേ ഉള്ളൂ. ഞാൻ മറുപടി തരാം കേട്ടാടാ. ഇപ്പുറത്തെ ആളുകളുണ്ടടാ, നീ വേണ്ടടാ. ഞങ്ങളുടെ സമുദായത്തിനെ സംരക്ഷിക്കാൻ നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നിന്റെ പൂണി നിറയ്ക്കാൻ, നിന്റെ വയറ് വീപ്പിക്കാൻ, നിനക്ക് വീട് വെക്കാൻ ഞങ്ങളെ വേണമായിരുന്നു. എച്ചില് തന്നതാണടാ ഞങ്ങൾ. എച്ചില് തീനി എടാ കൊഞ്ഞാണാ, എച്ചില് തീനി. നീയൊക്കെ മൂത്രം ഒഴിച്ചാൽ ഒഴുകി പോകുമെന്നാ. നീ ആരെ വെല്ലുവിളിക്കണമെന്നറിയാം? മുസ്ലിങ്ങളെയാ. നാളിതുവരെ ആരെങ്കിലും അമ്പ് ചെയ്യും, വടിവാൾ വെക്കും, വെട്ടും കുത്തും എന്ന് പറയുമ്പം ഒളിച്ചു പോയ ചരിത്രം ഇസ്ലാമിയർക്കില്ലടാ. നിന്ന് വെട്ടിയിട്ടേ ഉള്ളൂ. കിട്ടും അങ്ങോട്ട്. നീ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്ന സുന ഞങ്ങൾ വെട്ടിപ്പറക്കിനെ എടുക്കും, അത്രേ ഉള്ളൂ. കയറാൻ അങ്ങോട്ട് പോവല്ലേ, പോകുന്ന വഴി വെച്ചിട്ട് സുന വെട്ടി നിന്റെ വായിക്കാത്ത തരും. പിന്നെ നീ എന്താ പെടക്കും കുഴലിടേണ്ടി വരും. ഈ വീരവാദം വെല്ലുവിളിയൊക്കെ നടത്തുമ്പോഴാ ഇട്ടാ വട്ടത്തിൽ കിടന്ന് കറങ്ങാതെ ജയിച്ചു പോടാ. ചുമ്മാ രണ്ട് ടീമുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കാനായിട്ടുള്ള കളിയാണ് ഇത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു അധികാരത്തിൽ നമ്മുടെ ലീഗ് വന്നല്ലോ. ലീഗിന്റെ ഒരു അതിപ്രസരം 5ഓളം മുഖ്യമന്ത്രിമാരുണ്ട് എന്നാണ്, 5ഓളം മന്ത്രിമാരുണ്ട് ലീഗിന്. ഇപ്പോഴത്തെ മന്ത്രിസഭയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു സ്പെഷ്യാലിറ്റി, ക്രിസ്ത്യൻസിന് 5 മന്ത്രി, അതേപോലെ തന്നെ മുസ്ലിംസ് 5 പേര് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഡെപ്തിൽ ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ, അപ്പോൾ എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരു നമ്പർ പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെയൊക്കെ പേപ്പറിൽ കണ്ടത് അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം എല്ലാവർക്കും കൺസിഡറേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ അർത്ഥസംഖ്യ ഗവൺമെന്റ് ആണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന ഞങ്ങൾക്ക് ഭയമില്ല. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഭയപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. അത് നിങ്ങളുടെ തോന്നലാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ ആര് ഭരിക്കണമെന്ന് അവർ തീരുമാനിക്കും. കാരണം ഭൂരിപക്ഷം അവരെ കയ്യിലാണ് ഉള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് ഭൂരിപക്ഷം? യൂണിറ്റി ഉള്ള ഭൂരിപക്ഷം. നമ്പേഴ്സ് ഓഫ് ഭൂരിപക്ഷം എന്നല്ല ഞാൻ പറഞ്ഞത്, യൂണൈറ്റഡ് ആയിട്ടുള്ള ഭൂരിപക്ഷം. 2 വിഭാഗക്കാരാണ് സ്ട്രോങ് ആയിട്ടുള്ളവർ. സംഘികൾ ടാർഗറ്റ് ചെയ്തത് ഈ പറയുന്ന ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അവരൊന്നും ഒരാളെയും കിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അച്ഛൻ പണ്ട് കിണ്ടി വെച്ച വകയിലായിരിക്കും. അല്ലാതെ നല്ല ഈഴവ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഈഴവന് പറഞ്ഞ ഒരുത്തനും സംഖ്യയാവാൻ പോകത്തില്ല. അങ്ങനെ ആകാൻ പോകുന്നുണ്ടെങ്കിൽ വിവരവും വിദ്യാഭ്യാസവും ചരിത്രബോധവും ഇല്ലാത്തവനായിരിക്കും. ചരിത്രബോധമുള്ള ഒരാളും അങ്ങനെ ചെയ്യത്തില്ല. കാരണം ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന പിന്നെ ശങ്കറിന്റെ കഥ എടുത്ത് നോക്കിയാൽ തന്നെ ഏകദേശം മനസ്സിലാകും. ഈ പറയുന്ന ജാതി വിവേചനം ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് അദ്ദേഹമാണ്. ഇന്ന് പിണറായി വിജയനും അത് ഫേസ് ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല. അദ്ദേഹം ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നു എന്നുള്ള ഒരു കുഴപ്പമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം ചിരിച്ചില്ല, അദ്ദേഹം അങ്ങോട്ട് നോക്കിയില്ല, ഇങ്ങോട്ട് നോക്കിയില്ല, പൊട്ടുവെച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നില്ലേ. ഒറ്റ പ്രശ്നം, ജാതി പ്രശ്നമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. അവിടെ ഒരു നായരോ മേനനോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ VD സതീശൻ മേനൻ പറഞ്ഞപ്പോൾ ആർക്കും വേദനയില്ല. ഇത്രയും നാൾ പറയാത്ത ഒരു സുന അവിടെ കയറി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആർക്കും ഒരു വേദനയില്ല. എന്തുകൊണ്ടില്ല? അതാണ് സിമ്പിൾ കേസാണ്.
ഈ പറയുന്ന ജാതീയ വ്യത്യാസം ഇവിടെ നിന്ന് ഒഴിക്കാൻ ഏറ്റവും കൂടുതൽ മുസ്ലിംസാണ് സപ്പോർട്ട് ചെയ്തതെന്നുള്ളതിൻ്റെ തെളിവുകൾ ഒരുപാട് 100 കാര്യങ്ങൾ നമുക്ക് പറയാം. എന്തിനെ ഇവയൊന്നും ചിലയ്ക്കുന്നില്ലേ? ഈ അംബേദ്കർ കൊണ്ടുവന്ന ഭരണഘടന അദ്ദേഹത്തിനെ ആ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ തന്നെ ഈ പറഞ്ഞ കോൺഗ്രസ് ഉൾപ്പെടെ ഉള്ളവർ എതിർക്കുകയും പറ്റത്തില്ല, അയാൾക്ക് ഒരു ഇടവും കൊടുക്കരുത്, അയാളെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞെടുത്ത് അംബേദ്കറെ കൊണ്ടുവരണമെന്ന് പിന്തുണച്ചത് മുസ്ലിം ലീഗാണ്. അപ്പൊ ലീഗ് ചെയ്ത കാര്യങ്ങൾ ചെറുതും വലുതൊന്നും പറയാൻ നിൽക്കല്ലേ, അത് ചരിത്രബോധമുള്ളവർക്കറിയാം. പിന്നെ ഈ പറയുന്ന നടേശ മുതലാളിക്കും നടേശ മുതലാളിയുടെ മകനിക്കും അത് മനസ്സിലാവത്തില്ല. കാരണം പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ല. 5ാം ക്ലാസ്സും കുസ്തിയുള്ള അച്ഛനും മോനും കൂടെയാണ് ഈ കാര്യങ്ങളെല്ലാം വളച്ചൊടിക്കുന്നത്. അതുകൊണ്ട് ആ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരണ്ട. അപ്പൊ ഭരണനിർമ്മാണ സഭയിലേക്ക് അംബേദ്കർക്ക് ഒരു സ്പേസ് പോലും കൊടുക്കരുത് എന്ന് നിഷ്കർഷിച്ച കോൺഗ്രസിനെ അടിച്ചിരുത്തിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ആ ഒരു തട്ടുതാങ്ങൽ കൊണ്ടാണ് അദ്ദേഹം ഇതിൽ വന്നതും ഇന്ന് നമുക്ക് ഈ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് ഒരു ഭരണഘടന എഴുതി നമ്മുടെ കയ്യിലേക്ക് തന്നത്. അങ്ങനെ ഒരു പൊസിഷനിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരണമെങ്കിൽ ആ കൈത്താങ് നമുക്ക് വേണമായിരുന്നു. ഇവിടെ അമ്പലങ്ങളിൽ കയറാൻ 36കളിലൊക്കെ കിടന്ന് ബഹളം വെച്ചവർക്ക് അന്നും ഈ ഒരു സമരം കോൺഗ്രസ് നയിക്കണമോ വേണ്ടേ എന്ന് മുഹമ്മദ് അലി എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് മുസ്ലിങ്ങൾ വേണമായിരുന്നു. ചുരുക്കം പട്ടിയും പൂച്ചയും നടക്കുന്ന വഴിയിൽ കൂടെ നടക്കാൻ പറ്റാതിരുന്ന നിനക്കൊക്കെ നിങ്ങൾ അർഹിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു തന്നതിന് സപ്പോർട്ടീവായി നിന്നത്, അതിന് പക്കബലമായി നിന്നത് മുസ്ലിങ്ങളാണ്. അങ്ങനെയുള്ള മുസ്ലിങ്ങളെ നീ പെടുത്താൽ ഓടൂലടാ. അങ്ങനെ പെടുത്തിട്ട് ഓടുന്നവരല്ല അവര്. പെടുത്തിട്ട് ഓടിയ ടീമുകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതി അവകാശ നിഷേധത്തിനെതിരെ ശക്തമായി നിലകൊണ്ട് അവകാശം നേടിത്തന്ന മനുഷ്യരാണ് മുസ്ലിങ്ങൾ. അവരെ അങ്ങോട്ട് ഉണ്ടാക്കാൻ വരുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടെ മൂക്കണം. നിനക്കൊക്കെ മറുപടി പറയാൻ ഇന്നെപ്പോലുള്ളവരെന്നെ ധാരാളം. വീട്ടിലെ പെണ്ണുങ്ങൾ മതിയടാ, ആണുങ്ങളെ നീ പിടി. പെണ്ണുങ്ങൾ മതി. പിന്നെ മുറിച്ചതോ മുറിക്കാത്തതോ അഴുക്ക് പുഴുത്തതിനെക്കാട്ടി നല്ലതല്ലടാ മുറിച്ച് ക്ലീൻ ആയിട്ട് കിടക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ ഏറി പറയും, എന്നെ കൊണ്ട് പറയിക്കരുത്. പെമ്പിള്ളേരൊക്കെ ആഗ്രഹിക്കുന്ന അങ്ങോട്ട് പോകാനാണ്. ഇപ്പൊ എന്ത് കുന്തോന്ന് പറഞ്ഞാലും അങ്ങോട്ടാണ്. അത് നീ ഒന്ന് അന്വേഷിച്ച് നോക്കി. ഞാൻ അതിലൊന്നും പോകുന്നില്ല. വെറുതെ എന്തിനാണ് അനാവശ്യമായിട്ട് കാര്യം പറയുന്നത്. ഞാൻ ആർ ശങ്കറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരട്ടെ, അത് ഞാൻ മറന്നുപോകും. SNDPയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടിരുന്ന ആൾ തന്നെയാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരു വ്യക്തി തന്നെയാണ്. വെള്ളാപ്പള്ളി അല്ലാതെ ആ പൊസിഷനിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അയാളാണ് ഇലക്ഷന് നിന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ട് യോഗ്യനായ ഒരാളാണ്. അത്രയും വലിയൊരു കമ്മ്യൂണിറ്റിയാണത്. അവരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അത് പറ്റും. പക്ഷേ സംഗീസം ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. അങ്ങനെ അയാൾക്കത് അവസ്ഥ വന്നതിന്റെ കാര്യം ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്. ചരിത്രം പഠിക്കണം. ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും എവിടെയൊക്കെ മുസ്ലിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കാൻ പിള്ളേരെ ചരിത്രം പഠിപ്പിച്ചാൽ മാത്രം മതി. ആർ ശങ്കറിന്റെ കാര്യം കൂടെ പറഞ്ഞ് ഇതങ്ങ് അവസാനിപ്പിക്കാം. ഇവനറിയില്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ SNDPയുടെ ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശന് വേണ്ടിയിട്ടാണ് പാണക്കാട് തങ്ങളെ പറയുന്നതെങ്കിൽ നിനക്ക് ബോധമില്ലാത്തത് കൊണ്ടാണ് നീ അത് പറയണം. ചരിത്രബോധം ലവലേശമില്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് കാര്യവുമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്നിരുന്നാലും മനുഷ്യർക്ക് അറിയണമല്ലോ. അത്യാവശ്യം നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ പറയണം. ആർ ശങ്കർ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആര് വെള്ളാപ്പള്ളി ഇരുന്ന് അതേ പൊസിഷനിൽ ഇരുന്നാണ്. അവിടെ കുമാരനാശാനും ഇരുന്നിട്ടുണ്ടായിരുന്നേ. മുൻപ് ഈ പറയുന്ന പൊസിഷനിൽ ഇരുന്നവർ ഇത്രയും വർഷത്തോളം ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങേർക്ക് വേണമെങ്കിൽ മുഖ്യമന്ത്രി വരെ ആകാം. മീൻസ് അത്രയും സപ്പോർട്ടുള്ള ഒരു സമുദായമാണല്ലോ. അത് മാത്രവുമല്ല ബുദ്ധിയും ബോധം ഇവരും കൂടെ വേണം. പക്ഷെ സംഗീസത്തിലേക്ക് ചാടിയത് കൊണ്ടാണ് അയാൾക്ക് ഈ നഷ്ടം വന്നത് എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ്. ആർ ശങ്കറിന്റെ കാര്യം പറയുമ്പോൾ 56കളിലാണ് അദ്ദേഹം ആദ്യമായിട്ട് 52ലാണ് ആദ്യമായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിച്ചത്. കൊട്ടാരക്കരയിൽ നിന്ന് മത്സരിക്കുമ്പോൾ മനത്ത് പത്മനാഭനാണ് ക്രോസ് ഇട്ടിട്ട് ജയിക്കാൻ വിടാതിരുന്നത്. ഇത്രയും വലിയൊരു സംഖ്യ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ജയിക്കാൻ അനുവദിക്കാതിരുന്നത് ജാതീയ ചിന്ത അല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ, അതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ചരിത്രം പഠിച്ചാൽ മതി. പിന്നെ അദ്ദേഹം രണ്ടാമത് നിന്നു 56ൽ നിന്നു കൊട്ടാരക്കരയിൽ. അവിടെയും തോറ്റു. അന്ന് അദ്ദേഹത്തിന് കണ്ണൂരിലേക്ക് ക്ഷണിച്ചതും കണ്ണൂരിൽ കൊണ്ടുവന്ന് നിർത്തി അദ്ദേഹത്തിനെ വിജയിപ്പിച്ചതും മുസ്ലിം ലീഗുകാരാണ്. നിർബന്ധപൂർവ്വം പിടിച്ചുകൊണ്ടുപോയി അവിടെ നിർത്തി അവിടെ നിന്ന് ജയിപ്പിച്ചു വിട്ടു. കണ്ണൂരുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് അവരെ ജയിപ്പിച്ചത്. ഇന്ന് ഭരണത്തിൽ കയറി ഇവരിയ്ക്കുന്നെങ്കിൽ അതിൻ്റെയും സപ്പോർട്ടീവ് എന്ന് പറയുന്നത് ഈ ലീഗുകാരാണ്. അതുകൊണ്ടാണ് ലീഗുകാർക്ക് ആ പൊസിഷൻ അവർ കൊടുത്തത്. അത് കണ്ടുടനെ വേദനിക്കുന്നവനിക്ക്, നോവുന്ന എനിക്ക്. അന്ന് മുഖ്യമന്ത്രിയാക്കുന്നതിന് പകരം, അതായത് 63 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നു. അതെ, 1960 പുള്ളി കണ്ണൂരിൽ നിന്ന് ജയിച്ചിട്ട് 63 അംഗങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് സപ്പോർട്ടീവായിട്ട്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് പകരം പട്ടം പിള്ളയാണ് അന്ന് മുഖ്യമന്ത്രിയായത്. ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന് തീരുമാനിക്കുകയും ചെയ്തു. പിന്നീട് അന്ന് അദ്ദേഹം മാറിപ്പോകുന്ന ഒരു അവസരം വന്നപ്പോഴത്തേക്കാണ് ഈ ശങ്കറിനെ അന്ന് മുഖ്യമന്ത്രിയാക്കിയിട്ട് വീണ്ടും ഇതാക്കിയത്. എന്തുകൊണ്ട് അദ്ദേഹം വന്നു എന്നുള്ളതിന്റെ കാരണം കൂടെ പറഞ്ഞുതരാം. SNDP
SN കോളേജുകൾ, അതായത് അഫിലിയേറ്റഡ് കോളേജുകളെ അലൗഡ് ചെയ്തത്, അതായത് 14 നമ്പർ ഓഫ് കോളേജ് അലൗഡ് ചെയ്തത് ഇദ്ദേഹത്തിന്റെ മന്ത്രിസഭ ഇരുന്ന സമയത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ മന്ത്രിസഭയിൽ ഇരിക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇത്രയധികം കോളേജുകൾക്ക് പെർമിഷൻ കൊടുക്കാൻ പറ്റിയത്. ഈ പെർമിഷൻ കൊടുക്കാൻ മാത്രവുമല്ല, ആ സമുദായത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായി നിന്നിട്ടുള്ളതും സ്റ്റാൻഡായി അവർക്കൊപ്പം നിന്നിട്ടുള്ളത് മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെയല്ലേ? ഇനി അതിൽ കൂടുതൽ ഒരു എക്സ്പ്ലനേഷനോ തെളിവോ ഞാൻ തരേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ സമുദായ സ്നേഹമുള്ളവരാണെങ്കിൽ ഈ ചരിത്രബോധം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. കുട്ടികൾ ചരിത്രം പഠിക്കട്ടെ, അപ്പോൾ പറഞ്ഞു കൊടുക്കാൻ അവർക്കറിയാം. അല്ലാതെ ഒരു കൊഞ്ഞാണന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ചരിത്രം പറയാൻ നിങ്ങൾക്ക് കുട്ടികളില്ലേ? നിങ്ങളുടെ ആൾക്കാരില്ലേ? അവർക്ക് നാവില്ലേ? അവർക്ക് സംസാരിക്കാൻ അറിയില്ലേ? ഇവിടെ പിന്നെ വാര്യംകുന്നനെ കളിയാക്കുന്നുണ്ട്. വാര്യംകുന്നൻ നെഞ്ചു വിരിച്ച് ഈ ഭൂമിയിലേക്ക് വീഴണമെന്നാ പറഞ്ഞേ, അല്ലാതെ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടണമെന്നല്ല പറഞ്ഞത്. ഇവിടെ തുണി കൊടുക്കാൻ പഠിപ്പിക്കാൻ ടിപ്പു സുൽത്താന് വരേണ്ടി വന്നു. ഇതൊക്കെ പറയാനും പറഞ്ഞ് പഠിപ്പിക്കാനും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സജ്ജരാക്കൂ. നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് പറയിക്കും. ഇവന്മാരെയൊക്കെ വിശ്വസിക്കാൻ നിൽക്കരുത്. ഇനി ഇതുപോലൊരു കൊഞ്ഞാണം വേറെ ഒരുത്തം വരുന്നുണ്ട്, ഇതുപോലെ ഇരുന്ന് തിരിഞ്ഞു പറയും. രാഹുൽ എഴുതി വെച്ചോളൂ, നിങ്ങൾ മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾക്കത് കിട്ടും. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇവർക്കൊക്കെ ഒരു അജണ്ടയുണ്ട്. നിങ്ങൾക്കൊപ്പം നിൽക്കുക, റീച്ചിലേക്ക് കയറുക, എന്നിട്ട് പണം ഉണ്ടാക്കുക. ആ പണം വാങ്ങി നക്കിയതിന് ശേഷം തിരിഞ്ഞിരുന്ന് നിങ്ങളെ തന്തയ്ക്ക് തിളയ്ക്കും വിളിച്ചില്ലെങ്കിൽ എഴുതി വെച്ചോ. ഇപ്പം മൂത്രം ഒഴിച്ചാൽ ഓടിക്കുമെന്നാണ് പറയണേ. അവ ഇരിക്കുന്ന വീട്, അവ ഇരിക്കുന്ന സർവത്ര സാധനവും മുസ്ലിങ്ങളുടെ. അവരെ സപ്പോർട്ടോട് കൂടി അവിടെ കയറിന്നിട്ട് കൊഞ്ഞാണം പറയുന്നതാണ്. ഞാൻ ഇവനെ വിടില്ല. ഞാൻ കുറെ കൂടെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വേർഷൻ നോക്കിയിട്ട്. ഇവന്റെ വീഡിയോസ് ഞാൻ കണ്ടില്ല. ഇത് ഞാൻ ഹാരിസ് മദനിയുടെ ഇതിനകത്താണ് കണ്ടത്. അദ്ദേഹം ഈ ഒരു വിഷയമാണ് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. വീട് വെച്ച് കൊടുത്ത, നിങ്ങൾ കൊടുത്ത കണക്ക് പറയാതിരിക്കൂ. ഇറ്റ്സ് ഓക്കെ, ഓവർ. ഒരു വീട് വെച്ച് കൊടുത്തു, കഴിഞ്ഞോ? പക്ഷെ അവന്റെ റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, അൺസബ് ആൻഡ് റിപ്പോർട്ട്. നിങ്ങളുടെ മാസീവ് റിപ്പോർട്ട് കൊണ്ട് തീരാവുന്നതുള്ളൂ അവന്റെ കഴപ്പ്. വരുമാനം മുട്ടുമ്പോൾ തഴയതുപോലെ മാപ്പും പറഞ്ഞവൻ വരും. എഴുതി വെച്ചോ, അതാണ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് അവന്റെ ചാനൽ നടത്തുന്നത്. ഈ ഇടയ്ക്കെങ്ങാണ്ട് അവന്റെ ചാനല് പിന്നെ മറ്റേ RSSകാർ പൂട്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവൻ പുതിയൊരു ചാനൽ തുടങ്ങി. അന്ന് ഒറ്റ ദിവസം കൊണ്ടങ്ങാണ്ടാണ് 100K ഓടിക്കേറിയെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത സപ്പോർട്ടാണ്. നിങ്ങൾ ആ സപ്പോർട്ട് കൊടുത്തിട്ടാണ് അവൻ അതിലത്ത് കയറി ഇരുന്നിട്ട് അവൻ നിങ്ങളെ പറയുന്നുണ്ടെങ്കിൽ ഒന്നീ കഞ്ചാവ് അടിച്ചിട്ടായിരിക്കും, അല്ല വെച്ചാൽ അപ്പുറത്ത് നിന്നുകൊണ്ട് അവന്മാർ വരട്ടുന്നുണ്ടായിരിക്കും. ഇത് രണ്ടും അല്ലെങ്കിൽ ചരിത്രബോധം തീരെ ഇല്ലാത്തൊരു വിവരം കെട്ടവനാണ്. അവൻ പറയുന്നതിനൊന്നും നിങ്ങൾ ഒരു വിലയും കൊടുക്കേണ്ട കാര്യമില്ല. പാണക്കാട് തങ്ങളെയോ ഇസ്ലാമിക വിഭാഗത്തിനെയോ അഡ്രസ്സ് ചെയ്ത് പറയുകയാണെങ്കിൽ നിയമപരമായി നീങ്ങും, ശക്തമായി നീങ്ങും. നിങ്ങളെ കൊണ്ട് സാധിക്കും. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതിനെ വറീഡാവുകയല്ല വേണ്ടത്. ഇപ്പോൾ ഒരു ഇത്താണ് എനിക്കിത് കൊണ്ട് നിർത്താൻ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയൂ, ഞങ്ങൾക്കിത് കേൾക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കാൻ, ഓരോ ഇസ്ലാമിയരും ഓരോ മുസൽമാനും മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ നിങ്ങളെ നീക്കി നിർത്താൻ ഇവിടെ ഒരു സംഖ്യയ്ക്കും സാധിക്കില്ല. ഇവിടുത്തെ മനുഷ്യർക്ക്, ഒരു ഇന്ത്യക്കാരായ മുസ്ലിങ്ങളെ നീക്കി നിർത്താൻ സാധിക്കില്ല. അത് നിങ്ങളാണ് അത് തിരിച്ചറിയേണ്ടത്. അതിന് ഇനി ഇവര് സ്പെഷ്യൽ ബറ്റാലിയൻ വെച്ചോ ശാഖയിൽ ക്ലാസ് എടുത്തിട്ടോ ഒന്നും കാര്യമില്ല. ചരിത്രത്തിൽ അത് വ്യക്തമാണ്. അഫ്കോഴ്സ് ഞാൻ പറഞ്ഞ അംബേദ്കർക്ക് നിയമ നിർമ്മാണ സഭയിലേക്ക് ഒരു രീതിയിലുള്ള ഒരു അക്സെപ്റ്റൻസ് പോലും കൊടുക്കരുതെന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് നോമിനേറ്റ് ചെയ്തിട്ടാണ് ആ മനുഷ്യനിക്ക് ആ പൊസിഷൻ തന്നെ കിട്ടിയത്. അദ്ദേഹത്തിന് ആ പൊസിഷൻ കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന്റെ സമൂഹത്തിനും പൊതുജന നന്മയ്ക്കും അർത്ഥമായിട്ട് ഇത്രയും നല്ലൊരു ഭരണഘടന അദ്ദേഹത്തിന് എഴുതാനും അതിവിടെ ചേർക്കാനും നിയമനിർമ്മാണം ഉണ്ടാക്കാനും പറ്റിയത്. അതിന്റെ എല്ലാ ബെനിഫിറ്റും ഇന്ന് അനുഭവിക്കുന്ന ഈ മനുഷ്യർ ഇസ്ലാമിയരെ നീക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ അത്രത്തോളം ബോധമേ അവർക്കുള്ളൂന്ന് മനസ്സിലാക്കുക. പക്ഷെ നിങ്ങൾക്ക് സെൽഫ് ലവ് ഉണ്ടാവണം. നിങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ ഈ ചരിത്രത്തിനോട്, ഇന്ത്യയുടെ ചരിത്രത്തിനോട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നിങ്ങളെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളത് പഠിപ്പിക്കുക നിങ്ങളുടെ മക്കളെ. ഇപ്പോഴത്തെ സീക്രട്സിനെ ആണെങ്കിൽ നിങ്ങളത് പഠിപ്പിക്കുക. ഇവരെ തീവ്രവാദി എന്നും ജിഹാദി എന്നും ഒക്കെ വിളിക്കുമ്പോഴത്തേക്ക് ചിരിച്ചുകൊണ്ട് അത് നേരിടാൻ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മുടെ ചരിത്രം അതാണ്, നമ്മുടെ പാരമ്പര്യം അതാണ്. നെഞ്ച് വിരിച്ചു നിന്ന് എതിർത്തും നേരിട്ടുമാണ് നമ്മുടെ ചരിത്രം. അല്ലാതെ കൂച്ചം കൂളിയായിരുന്ന ആളുകളെ പറ്റിച്ചും വലിപ്പിച്ചും ആ പൈസ വാങ്ങി നക്കിയ ശേഷം അവന്റെ തന്തയ്ക്ക് വിളിക്കുന്ന ചരിത്രം ഇസ്ലാമിയർക്ക് ഉണ്ടാകാൻ പാടില്ല. കൊടുത്ത കൈയാണ് നമ്മൾ, വാങ്ങിയതല്ല നമ്മുടെ ശീലം, കൊടുത്താണ് ശീലം. അത് തെറിയാണെങ്കിൽ തെറി, മാന്യതയാണെങ്കിൽ മാന്യത, എന്തായിരുന്നാലും കൊടുത്തായിരിക്കണം ശീലം. അങ്ങനെ തന്നെ വേണം. അതല്ല കൊഞ്ഞാണാ ചെക്ക്, നിന്നെ ഞാൻ എടുത്തു കേട്ടോ, നിന്നെ ഞാൻ സിനിമയിലെടുത്ത് ഡെയിലി ഒന്ന് വെച്ച് ഞാൻ നിനക്ക് മരുന്ന് തരുന്നുണ്ട്, നിന്നെ ഞാൻ വിട്ടൂല. ഞാൻ കൊള്ളാലടാ, നീ ഇത്ര നാൾ അവരെ നക്കി തിന്നിട്ട് ഇപ്പം ഇരുന്നുണ്ട് അവർ 4-3 പറയുന്ന. ഞാൻ ഇച്ചിരി നന്നായി പോയടാ സത്യമായിട്ടും. അല്ലാച്ചാ ഞാൻ നിന്നെ ഞവടി പിടിഞ്ഞ പായസം കിട്ടിയിട്ടുണ്ടാവും. നാണല്ലടാ. ഇവനെന്ത് പറയാ, ഇവനൊരു പേരിടണമല്ലോ. ബെന്മ കുഞ്ഞാണത് ശരിയായി. നിങ്ങൾ പേരുകൾ നിർദ്ദേശിക്കൂ, നമുക്ക് ഇവനൊരു പേരിടാം, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങാം. 1 by 1 ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. കൊഞ്ഞാണ നാറി, നാണണ്ടടാ എനിക്ക് ഒരു അല്പ ഉളുപ്പ്. തക്കാളി എസ്മൂഞ്ചി. ഞാൻ ഇവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത സമയത്ത്
എൻ്റെ ഈ പ്രോബ്ലംസ് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പം മനസ്സിലായത് എന്താണെന്നറിയാമോ, നല്ല ഒരു തീവ്രവാദപരമായിട്ടൊരു സംഖ്യ ഇവൻ്റെ ഉള്ളിലുണ്ട്. അന്ന് എനിക്ക് പിടികിട്ടിയ കാര്യമാണ്. ഞാൻ അന്ന് വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇവനെ വിശ്വസിക്കരുത്, വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും, പണി കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ കിട്ടിയില്ലേ, അണ്ണാക്കി തന്നില്ലേ, അത്രയേ ഉള്ളൂ. വിശ്വസിക്കാതിരിക്കുക. പിന്നെ ഇവരാരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇസ്ലാമീയ വിഭാഗക്കാർക്ക് ഒരാളുടെ സപ്പോർട്ട് വേണമെന്നോ നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ തീർന്നു എന്നാണ് അർത്ഥം. ലോകത്തൊരു വ്യക്തിയും അവനവന്റെ ധൈര്യത്തിനെയോ അവനവന്റെ വിശ്വാസത്തിനെയോ വിശ്വസിക്കാത്തവൻ എങ്ങൊത്തൂല. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ. നിങ്ങൾ എന്താണെന്ന് നിങ്ങൾ ആദ്യം പഠിക്കൂ, നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കൂ, എന്നിട്ട് പിന്നെ നാട്ടുകാരുടെ അടുത്തോട് പോയാൽ മതി. അല്ലാതെ അവൻ പറയണു നിങ്ങൾ ഇപ്പൊ എന്നെ ഒരുപാട് ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ചിരിക്കാനേ തോന്നുള്ളൂ. ഞാൻ എന്താണെന്ന് എനിക്ക് നല്ലോണം അറിയാം. എനിക്ക് എത്ര ദൂരം നടക്കാൻ പറ്റും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കേ അറിയുള്ളൂ. ആ ബോധം നമുക്കാണ് ആദ്യം വരേണ്ടത്, അല്ലെ ഇവരല്ല. സംഘികൾ വിചാരിച്ചാലോ, ഇനി ഇതല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റ് സംഘികൾ വിചാരിച്ചാലോ, വേറെ ആര് വിചാരിച്ചാലോ തളർത്താനോ തകർക്കാനോ പറ്റാത്തത്രയും ശക്തരാണ് നമ്മളെന്നുള്ളത് നിങ്ങളാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഭയപ്പെടുകയും പിന്മാറുകയും പിൻവാങ്ങി നിന്നുകൊണ്ട് ഇവന്മാരെ വായ്ത്താളത്തിനനുസരിച്ചിട്ട് നമ്മൾ മൂലം കുത്തി നിൽക്കുമ്പോഴത്തേക്കാണ് ഇവന്മാർക്ക് കളി. തിരിച്ചു പറയാൻ പഠിക്കണം. ഇപ്പൊ എടുക്കാൻ പോവല്ലേ, നിനക്ക് അത്ര മുട്ടി നിൽക്കുന്ന അതിന്റെ മൂത്രം മുട്ടൂടാ, നിനക്കിനി മൂത്രം ഒഴിക്കണമെങ്കിൽ ഞങ്ങൾ പറയേണ്ടി വരും. അമ്മാതിരി സാധനമാക്കി തരും. വീട് വെച്ച് കൊടുത്തുകൂടായിരുന്നു. ആദ്യം അതാണ് തെറ്റ്. ചെയ്യാൻ പാടില്ലായിരുന്നു, ചെയ്തു പോട്ടെ, കളഞ്ഞേക്ക. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കമന്റ് ഇടുക. അത് ഹാരിസ് മൈനി പറഞ്ഞ കറക്റ്റാണ്. നിങ്ങളുടെ സബ്, നിങ്ങളുടെ കമന്റ് അത് വാലിഡ് ആണ്. തെറി വിളിക്കാതിരിക്കുക, വിട്ടേക്ക, റിപ്പോർട്ട് അടിച്ചു കൊടുക്കുക. അവൻ പറയുന്നത് ഹേറ്റ് സ്പീച്ച് ആണെന്നുള്ളത് റിപ്പോർട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീരും അവിടെ. ആ ചാനലിൽ അവൻ എന്തിട്ടാലും അത് ഹേറ്റ് സ്പീച്ച് ആയിരിക്കണം. അതിനകത്ത് കൃത്യമായ ഏത് ഹേറ്റ് ആണോ അത്. ടെക്കികൾ ഒരുപാടില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ, അവരെ കൊണ്ട് മെനക്കെട്ടിരുത്തിക്കൂ. ഹേറ്റ് സ്പീച്ച് പറയുന്ന ആ സാധനത്തിന് സ്പെസിഫിക്കലി പറഞ്ഞ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരുടെ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ ഒരു വീഡിയോയ്ക്കും റവന്യൂ കിട്ടത്തില്ല. റവന്യൂ കിട്ടാതെ വരുമ്പോൾ പിന്നെ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്നോളും. അതാണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളതാണ്. ഈ പറയുന്ന ചരിത്രബോധമില്ലാത്ത മങ്കുസ്ഥാനികൾ ഇരുന്ന് പറയുന്നത് കേട്ടുകൊണ്ട് ദയവ് ചെയ്തിട്ട് സ്വയം ഇകഴ്ത്താതിരിക്കുക, സ്വയം ടെൻഷൻ ആകാതിരിക്കുക. സ്ത്രീകളോടാണ് നിങ്ങൾ നിങ്ങളുടെ മക്കളെ ചരിത്രം കൂടെ പഠിപ്പിച്ചു കൊടുക്കും. അവരറിയട്ടെ എന്തായിരുന്നു ഇന്ത്യ, മുൻപ് എന്തായിരുന്നു, 1947 നമുക്ക് എന്ത് കിട്ടി, അതിനു മുമ്പുള്ള ഇന്ത്യ എന്തായിരുന്നു, ഇവിടെ എന്ത് സംഭവിച്ചു, ഇതൊക്കെ കുട്ടികൾ അറിഞ്ഞിരിക്കണം. നമ്മളുടെ പുരാണ കഥയൊക്കെ നമ്മൾ പറയുന്നില്ലേ, അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ പുരാണ കഥകളും കുട്ടികൾ അറിഞ്ഞിരിക്കണം, എല്ലാം അറിഞ്ഞിരിക്കണം. ഇന്ത്യയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ വേണ്ടി പല രീതിയിലുള്ള കോപ്പ് കൂട്ടിക്കൊണ്ട് തരുന്ന ആൾക്കാർക്ക് തിരിച്ചറിവ് കൊടുക്കാൻ നമ്മളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. പരസ്പരം വെട്ടാതിരിക്കുക. ആരും ശത്രുക്കളല്ല. വർഗീയത പറയുന്ന ആരും അവരെ നീക്കി നിർത്താൻ നമ്മളിൽ ഒരാളാണെങ്കിൽ പോലും നീക്കി നിർത്തുക. വർഗീയതയ്ക്കാണ് നമ്മൾ വെട്ടുകൊടുക്കേണ്ട, അല്ലാതെ ഒരു വിഭാഗത്തിനല്ല. ഇസ്ലാമിയർ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ത്രട്ടല്ല. പക്ഷേ നീതി നിഷേധങ്ങൾ കണ്ടാൽ സംസാരിക്കും, പ്രതികരിക്കും. അതുകൊണ്ടാണ് നിങ്ങളെ ഒതുക്കാൻ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അതിന് നിങ്ങൾ ഒന്നിച്ച് നിൽക്കാനാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.